Hi everyone, Assalamu alaikum, Namaskaram. Welcome to Ashiana, our dream home. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം ടൂർ ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ വില്ലയുടെ ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹോം ടൂറിലേക്ക് കിടക്കാം. ഇപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പം ഇതിൽ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാളിൽ വാൾപേപ്പറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാലിഗ്രഫി ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് അസ്കർ ഖാൻ്റെ കസിൻ്റെ മോള് ചെയ്തു തന്നാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മെറാക്കി ആർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അപ്പോൾ അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ മുന്നേ തന്നെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ വില്ലയിലേക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യിപ്പിച്ചത് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രേ കളറിൽ ഈ ഒരു ബ്ലാക്കും ഗോൾഡനും വന്നു കഴിഞ്ഞപ്പോൾ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് നമ്മളിതാ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു കർട്ടൻ നമ്മളൊരു വുഡിൻ്റെ ഒരു തീമിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡോർസും കാര്യങ്ങളും അതുപോലെ തന്നെ അപ്പുറത്ത് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഒരു വുഡിൻ്റെ ആ ഒരു തീമിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം കർട്ടൻസും അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പല്ലോ ഹോംസ് ആണ് കർട്ടൻസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് നേരത്തെ കർട്ടൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫാബ്രിക്കിൽ ഏറ്റവും മികച്ച രീതിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് നമുക്ക് ചിലതൊക്കെ ഇഷ്ടപ്പെടുമ്പം അത് ഓർഡർ ചെയ്തിട്ട് വരാൻ ഒരു 7 ദിവസം അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട് കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും വീട് ചെയ്യുമ്പം കർട്ടൻസും കാര്യങ്ങളൊക്കെ ഒരു മാസം മുന്നേ തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്യണം കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഈ ഒരു സ്റ്റെയറിൻ്റെ പോർഷനാണ് വുഡിൻ്റെ തീമിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വുഡിൻ്റെ ഒരു പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു രീതിക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലായിട്ടും ലിവിങ് ഏരിയയിൽ വുഡിൻ്റെ ഷട്ടർ ടൈപ്പ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ എൻട്രൻസിൽ തന്നെ കാണുന്ന ഒരു പോർഷനാണ് ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള തീമിലുള്ള ഈ ഒരു ഡ്രോവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡിസൈനേഴ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു തീമിലാവണമെന്ന്. കാരണം നമ്മളുടെ ഫ്രിഡ്ജ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് നമ്മൾ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോക്സ് പോലെ എന്തെങ്കിലും ചെയ്തു തരണം എന്നുള്ള രീതിയിൽ നമ്മൾ സജഷൻ കൊടുത്തതാണിത്. അപ്പോൾ നമ്മൾ സജഷൻ കൊടുക്കുമ്പോൾ അവർ അത് ആപ്റ്റ് ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തെടുത്താണ് ഈ ഒരു സംഭവം. അപ്പം അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ ഇവിടെ ഒരു സെറ്റി അല്ല, ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിച്ചണത്തെ ആളുകളോട് സംസാരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹോം ഡെക്കോർ ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ള സമയത്ത് നമ്മളുടെ മൈൻഡിൽ ഓരോ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു തീമിലേക്ക് മാച്ച് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം, ഒരു ഷോപ്പ് പീസ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹോം വോക്ക് ഡെക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഈ ഒരു രീതിയിലല്ല സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് പക്ഷേ തോന്നി ഇത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി അട്രാക്റ്റീവ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പോർഷനാണ് കാണാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് കളർഫുൾ ആക്കിയിട്ട് സംഭവം ഇത് കിച്ചണിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു കിച്ചണിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നിൽക്കണമെങ്കിലും എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കളർഫുൾ ആയിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവിങ്ങിൽ നിന്ന് നേരെ വരുന്നത് ഈ ഒരു കിച്ചണിലേക്കാണ്. ലേഡീസിന് മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത സമയത്ത് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് നമ്മളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ചെറിയ സ്പേസിൽ ക്ലോസ്ഡ് കിച്ചൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ കിച്ചൺ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാന് മാറ്റിയിട്ട് ഈ ഒരു രീതിയിലാക്കിയതാണ്. അപ്പം ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു പാൻട്രി ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആണെങ്കിലും നമ്മൾ ഓപ്പൺ ആയതുകൊണ്ട് അത്ര അതൊരു ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളുടെ ആർക്കിടെക്റ്റ് അത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ കിച്ചണിലേക്ക് കിടക്കുന്ന സമയത്ത് ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ടൈലിലാണ് കേട്ടോ. ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നാനോ വൈറ്റ് നമ്മൾ നമ്മൾ ഡിസൈനറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാനോ വൈറ്റിൽ ചെയ്താൽ
ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് നാനോ വൈറ്റിന് ചെറിയൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാടുകളും കറകളൊക്കെ വരുന്നുണ്ടെന്ന് ചിലർ കംപ്ലൈന്റ് പറയലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ടൈലിലായി കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ ഫിനിഷിങ് കിട്ടും എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു നല്ല അതുപോലെ തന്നെ ആ ഒരു നാനോ വൈറ്റ് വിരിച്ച പോലത്തെ രീതിയിലുള്ള ഫിനിഷിങ്ങിൽ നമുക്ക് ടൈല് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്തതെന്നാണ്. അപ്പം ഇതങ്ങനെ വൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് വൈറ്റ് അങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം വൈറ്റ് ഇഷ്ടമാണ് പൊതുവേ. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാവുമല്ലോ ഭംഗി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈറ്റ് ചൂസ് ചെയ്തതാണ്. സാധാരണ നമ്മൾ ഇൻഡക്ഷൻ കുക്കും അതുപോലെ ഈ ഒരു നോർമൽ സ്റ്റൗവും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ നിക്ഷാനിൽ പോയ സമയത്ത് നിക്ഷാനിന്നാണ് നമ്മൾ ഒരുവിധം ഇലക്ട്രോണിക് ഐറ്റംസും ഈ ഒരു ഹുഡും ഹോബൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ പോയ സമയത്ത് അവര് ഡിസ്പ്ലേയിൽ ഈ ഒരു രീതിയിൽ, അതായത് 3 ബർണർ സ്റ്റൗവും പിന്നെ 2 ഇൻഡക്ഷൻ വരുന്ന 2 ബർണർ വരുന്ന ഇൻഡക്ഷനും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും 90 സെന്റിമീറ്റർ ചിമ്മിനിയിൽ നമുക്ക് അത് ഫുൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ചിമ്മിനിയുടെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഇത് നമുക്ക് ഈ ഒരു സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അപ്പുറത്തൊരു ഇൻഡക്ഷൻ ഇപ്പുറത്തൊരു സ്റ്റൗവ് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സ്പേസ് പോവുകയും ചെയ്യും. പിന്നെ 2 ചിമ്മിനി ഭയങ്കര എക്സ്പെൻസ് ആവും. ഒരു ചിമ്മിനി ഇതിനും വേണം, വേറൊരു ചിമ്മിനി ഇൻഡക്ഷനും കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് 90 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 60 സെന്റിമീറ്ററിലുള്ള ഈ ഒരു സ്റ്റൗവും ഇൻഡക്ഷന് 30 സെന്റിമീറ്റർ അങ്ങനെ വന്നപ്പോൾ 90 സെന്റിമീറ്ററിന്റെ ഒരു ചിമ്മിനീൻ്റെ ഉള്ളിൽ ഇതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന പോർഷനിൽ ഒരു വുഡിന്റെ തീമിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലെ ഭാഗമാകുമ്പോൾ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കാണുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നില്ല. നമ്മളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. പക്ഷേ ഇവിടെ മുകൾ ഭാഗത്തും വുഡ് തന്നെ കൊടുത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത്ര ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നില്ല. ഇത് വൈറ്റ് കൊടുത്തോണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ ആർക്കിടെക്ട് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തെന്ന ഡിസൈൻ ആയിരുന്നു. നമുക്ക് 2-3 സജഷൻ തന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു വൈറ്റ് കൊടുത്തത് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ആ ഒരു എന്തായിരിക്കും ഒരു ഇങ്ങനെ ചൂസ് ചെയ്തതെന്നുള്ളതിന്റെ ഒരു ഇത് പിടികിട്ടിയത്. എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ വൈറ്റ് കൊടുത്തിട്ടുള്ളതെന്ന്. പിന്നെ ഇവിടുത്തെ ടൈല് വന്നിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ്. നമുക്ക് മൊറോക്കൻ തീം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എങ്ങനെ കൊണ്ടുവരും, ഏത് രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക്, കാരണം നമ്മൾ ടൈലിന്റെ ഷോപ്പിൽ പോകുമ്പോൾ ഒരുപാട് ഡിസൈനിൽ നമുക്ക് കാണിച്ചു തരും. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് ആർക്കിടെക്ട് തന്ന പ്ലാനിൽ തന്നെ നമുക്ക് 3D തന്ന സമയത്ത് തന്നെ ഈ ഒരു ഇതിന്റെ ഒരു ലൈറ്റർ ഷെയ്ഡിലുള്ള ഒരു മൊറോക്കൻ ടൈല് ചെയ്ത പോലെയാണ് നമുക്ക് ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് ഡാർക്ക് ഷെയ്ഡൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചൂസ് ചെയ്യണ്ട എന്നുള്ളത് നമ്മളുടെ ആർക്കിടെക്ട് പറഞ്ഞു, അതെടുക്കണ്ട, ഈ ഒരു രീതിയിലുള്ള കളേഴ്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇതന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് നല്ല മാച്ചിങ് ആയിട്ട് തോന്നുന്നത്. കുറച്ചൊരു ഡാർക്ക് ആകുമ്പോൾ എനിക്ക് തോന്നണില്ല ഇത്രയും ഒരു ഭംഗി കിട്ടും എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു വുഡൻ തീമിലുള്ള ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ചെറുതായിട്ടുള്ള രീതിയിൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെയും പ്ലാനുകൾ മാറുമല്ലോ, ഓരോ സാധനങ്ങൾ അവിടെയും ഇവിടെയും വെക്കണതൊക്കെ നമുക്ക് പിന്നെയും മാറും. പിന്നെ ഇവിടെ ഒരു കോഫി മെഷീൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അഗാരോന്റെ പ്രൊഡക്ട്സ് ആയാലും ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ കെറ്റില് കാര്യങ്ങൾ ഇതൊക്കെ ഇനി സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ സാധനങ്ങളൊന്നും, അതായത് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഒരു ഹോം ടൂർ എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് അതൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി മറ്റൊരു വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം. അപ്പം സിങ്കില് 2 ടാപ്പ് കാണുന്നുണ്ടാവും. ഈ ഒരു ചെറിയ ടാപ്പ് വരുന്നത് നമ്മളുടെ വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടർ ഫിൽറ്റർ ആണ്. അപ്പം നമുക്ക് ഈ ഒരു വാട്ടർ ഫിൽറ്റർ വെച്ചിട്ടുള്ളത് ആംപ്യൂറിന്റെ ആണ്. നമ്മളുടെ മലപ്പുറത്ത് വീട്ടിലും ആംപ്യൂറിന്റെ വലിയൊരു വാട്ടർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അവർ തന്നെയാണ് നമുക്ക് ഈ ഒരു വാട്ടർ ഫിൽറ്ററും വെച്ചിട്ടുള്ളത്. നമുക്ക് അവരുടെ സർവീസും കാര്യങ്ങളും അവരുടെ പ്രൊഡക്റ്റും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വില്ലയിലേക്ക് വന്നപ്പോഴും ഈ ഒരു ഫിൽറ്റർ വെക്കാന്നുള്ള രീതിയിൽ അവരെ കോണ്ടാക്ട് ചെയ്ത്, അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് നമുക്ക് ഇതിനടിയിൽ കൗണ്ടർ ടോപ്പിന് അടിയിൽ വരുന്ന രീതിയിലുള്ള ഫിൽറ്റർ വെക്കാന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു
സിസ്റ്റം ആണ് ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ താഴെ സിങ്കിന് അടിയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മളുടെ തറവാട്ടിലെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നത് മുകളിൽ ഫിൽറ്റർ വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണുള്ളത്. ഇപ്പോൾ താഴേന്ന് മുകളിലേക്ക് പ്രഷർ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിലേക്ക് വെള്ളം വരുന്നത്. നല്ല സ്പീഡിൽ വരുന്നുണ്ട് കേട്ടോ, കണ്ടോ, ഇത് നല്ല സ്പീഡിൽ വരുന്നുണ്ട്. മറ്റേത് നമ്മളുടെ തറവാട്ടിൽ അവിടെ വീട്ടിലുണ്ടായിരുന്നത് മലപ്പുറത്തുള്ളത് മുകളിൽ വെച്ചിട്ട് അങ്ങനെ ടാപ്പ് തുറന്നാൽ കിട്ടുന്ന രീതിയിലാണ്. അതിന് പിന്നെ പ്രഷർ സിസ്റ്റത്തിന്റെ ഒന്നും ആവശ്യമില്ല, നോർമൽ രീതിയിൽ അങ്ങനെ വെള്ളം വരും. പക്ഷെ ഇത് നല്ല സ്പീഡിൽ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പേസ് അങ്ങനെ പോവില്ല. സിങ്ങിന് അടിയിലായതുകൊണ്ട് തന്നെ അത് ഹൈഡ് ചെയ്തിട്ട് നിൽക്കണോണ്ട് നല്ലൊരു സിസ്റ്റം ആയിട്ട് തോന്നി. പിന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ ടോൾ യൂണിറ്റ് ഇവിടെ പോസിബിൾ അല്ല. ഇത് ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് ആണ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ ടോൾ യൂണിറ്റ് ഇവിടെ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ടോൾ യൂണിറ്റിന്റെ പോലെ ഉള്ള ഒരു റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഹോം ടൂർ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ആരാണ് നമ്മളുടെ ഇന്റീരിയർ വർക്കൊക്കെ ചെയ്തതെന്നുള്ളത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും ഒരു പ്രീമിയം രീതിയിൽ ചെയ്യണം. അത്ര വലിയൊരു വീടൊന്നല്ല, ഇപ്പൊ ഉള്ളത് നല്ല ഭംഗിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നിന്നപ്പോഴാണ് നമ്മളെ ഓക്ക് ഇന്റീരിയേഴ്സ് അല്ലേ, ഓക്ക് ഇന്റീരിയേഴ്സ് നമ്മൾ ഇതിങ്ങനെ ഒന്ന് പ്രീമിയം ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളത് വൃത്തിക്ക് ചെയ്യാന്ന് വിചാരിക്കുന്ന സമയത്താണ് നമുക്ക് പിന്നെ ഓക്ക് ഇന്റീരിയേഴ്സിന് നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്യണം ഓക്ക് ഇന്റീരിയർ. അങ്ങനെ ഓക്ക് ഇന്റീരിയേഴ്സിലെ മുബാറക്കിനായിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ കോൺടാക്ട് പേഴ്സൺ മുബാറക്കാണ്. മുബാറക്കിനായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് നമുക്കും കുറച്ചൊരു ഇന്റീരിയർ ഒക്കെ ചെയ്യണമെന്നും അല്ലെങ്കിൽ വീട് കുറച്ചും കൂടി ഒന്ന് പ്രീമിയം ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഓക്ക് ഇന്റീരിയേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നത്. മുബാറക്കാണ് അതിന് നമ്മളെ ഇനീഷ്യേറ്റ് ചെയ്തത്. മുബാറക്ക് ഒന്ന് നമ്മളെങ്ങനെ പുഷ് ചെയ്തു, നിങ്ങൾ ചെയ്യണത് നല്ല രീതിയിൽ. അതായത് പിന്നെ ഞാൻ വ്ളോഗറൊക്കെ അല്ലേ, അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു മിനിമം എന്തെങ്കിലും ഒരു പിന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിങ്ങനെ മുബാറക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണ്, നമ്മൾ ഏതായാലും ലൈഫിൽ എല്ലാവർക്കും ഒരു വീട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്വപ്നമായിരിക്കും അല്ലേ. അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊക്കെ ഒരു പ്രീമിയം ആയിട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്ലാനാണ്. പിന്നെ മുബാറക്കിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ എനിക്ക് എൻ്റെ ബ്രദേഴ്സിന്റെ 2 വീടും ഞാൻ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിലൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നമുക്ക് അവസാനം ഇന്റീരിയേഴ്സിന്റെ വർക്ക് കഴിയാനും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. പക്ഷെ മുബാറക്കിനെ സംബന്ധിച്ചിടത്തോളം വിളിച്ചാൽ ബിസി ആണെങ്കിൽ തിരിച്ചു വിളിക്കും. ഒരുപാട് മീറ്റിങ്ങുകളുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോൾ വിളിച്ചാലും ഇവിടെ തന്നെ സൈറ്റിൽ പലപ്പോഴും ധൃതിയുള്ള സമയങ്ങളിലൊക്കെ വിളിക്കുന്നൊക്കെ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാകുമ്പോൾ നമുക്കൊരു താല്പര്യമാണ് ഇത് പിന്നെ എങ്ങനെയെങ്കിലും ഇത് തീർക്കണം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ മുബാറക്ക് സത്യത്തിൽ വീടിന്റെ ഇതിന്റെ ഡിസൈനിങ്ങിൽ മുബാറക്കിന് വലിയ റോൾ ഉണ്ട്. മുബാറക്ക് മാത്രമല്ല കേട്ടോ, അവന്റെ ടീം നേരത്തെ ഇപ്പൊ ഇഷാദ് ഉൾപ്പെടെയുള്ള നേരത്തെ സിധു ഉരിക്കൾ അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരു ടീമുണ്ട്. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ മുബാറക്കാണ് അത് നമ്മളെ ഹെഡ് ചെയ്തിരുന്നത്. അപ്പൊ മുബാറക്ക് അതിന് പ്രത്യേകം സ്പെഷ്യൽ താങ്ക്സ് മുബാറക്ക്. അതെ. പിന്നെ നമുക്ക് ഈ ഒരു നമുക്കൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ആ ഒരു വർക്ക് ചെയ്യുന്നവരുടെ കയ്യിലാണ്. അപ്പൊ ഈ ഒരു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് സൈപ്രസ് ആണ്. സൈപ്രസിലെ അനീസ് എന്ന് പറയുന്ന അനീസാണ് അതിന്റെ ഹെഡായിട്ട് വരുന്നത്. അനീസിന്റെ കീഴില് ഹംസക്ക എന്ന് പറഞ്ഞിട്ട് അവരാണ് നമ്മളുടെ ഇവിടെ വന്നിട്ട് മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഫുൾ ടീമിനെ അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് സത്യം പറയണെങ്കിൽ നമ്മള് ശരിക്കും വണ്ടർ അടിച്ചു കിട്ടോ. നമുക്ക് അത് പിന്നെ അനീസിനും അനീസിന്റെ ടീമിനും പ്രത്യേകിച്ച് ഹംസക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം നമ്മള് നിലവിലുള്ള അതേമാതിരി വർക്കൊക്കെ അവസാന സമയത്തായിരിക്കും ഇന്റീരിയർ വർക്ക്. ഇത് അവര് പറഞ്ഞ സമയത്തിന് ഇന്റീരിയർ വർക്ക് കറക്റ്റ് പക്ക അവർ പറഞ്ഞ സമയത്ത് ആ ഒരു മെഷർമെന്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് അതെ അത് നമ്മൾ പറയുമ്പോഴും അവർക്ക് വേഗം ക്യാച്ച് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഓരോ പിന്നെ ഇവിടെ മെഷർമെന്റ് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ സംഭവം വന്നോട്ടെ ഇവിടെ ഇങ്ങനെ വന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേഗം മനസ്സിലാവുന്നുണ്ട് എന്റെ ടേസ്റ്റും നമ്മളെ ടേസ്റ്റ് എന്താന്നുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒരു അതുപോലത്തെ സജഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടീംസ് ആട്ടോ. വോക്ക് ഇന്റീരിയേഴ്സിന്റെ ഈ ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ ഈ വർക്കിന്റെ കാര്യത്തിൽ അതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വീടിന്റെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വൃത്തിക്ക് എന്തെങ്കിലും എങ്ങനെയും തീർക്കാന്നല്ല, അത് പക്കായിട്ട് പ്രൊഫഷണൽ ആയിട്ട് തീർക്കുക എന്നുള്ളത് അനീസ് അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സാധാരണ യൂട്യൂബിലുള്ള പരിചയങ്ങളൊക്കെ അനുസരിച്ച് മറ്റുള്ള തലേന്നും ഒക്കെ ഇന്റീരിയർ ഇത് നമ്മുടേതായ ചില ഇത് നമ്മളുടെ കാരണം കൊണ്ട് നമ്മള്
ചില കാര്യങ്ങളൊക്കെ വർക്കേഴ്സിനെ ഏൽപ്പിക്കാനൊക്കെ വിട്ടുപോയത് അത് ഇന്റീരിയർ അല്ല കേട്ടോ, വേറെ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് അങ്ങനെ ഡിലേ വരാന്നല്ലാതെ ഡിലേ ആയത് മൊത്തത്തില്. പക്ഷെ വർക്ക് ഇന്റീരിയേഴ്സിന്റെ കാര്യത്തില് ഞങ്ങള് അനീസും പിന്നെ അതുപോലെ അവരുടെ ടീമും പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്കൊരു ഹെഡ് ഏക്കും മാത്രമല്ല, പറയുന്ന സമയത്ത് കൃത്യമായിട്ട്, അതാണ് ഈ വർക്കേഴ്സിന്റെ കാര്യത്തില് അവർ കറക്റ്റ് സമയത്ത് തന്നെ വർക്ക് തീർത്തരും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത്. അതായത് പിന്നെ നേരത്തെ സ്പെഷ്യൽ താങ്ക്സ് ടു അനീസ് ആൻഡ് ടീം, സൈപ്രസ് അനീസിനും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഇത് കോർഡിനേറ്റ് ചെയ്ത ഹംസക്കും അതുപോലെ സൈപ്രസ് ടീമിനും ഫുൾ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ലിവിങ് ഏരിയന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഡൈനിങ് ഹാളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. കാരണം നമുക്ക് ഈ ഒരു ഏരിയ ഇല്ലായിരുന്നു, അതായത് ഒരു സെൻറ്റും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡൈനിങ് ഹാള്. ഈ ഒരു ഡൈനിങ് ഹാള് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹാള് നമുക്ക് കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ആണ് കേട്ടോ എല്ലാവർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഈ സൈഡ് മൊത്തം ഗ്ലാസ് ആണ് കേട്ടോ, ഗ്ലാസ്സിലാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്, ചുറ്റിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടറും തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് വലിയ രീതിയിൽ ചെയ്യണം, അതായത് കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ചൊരു അടിപൊളിയാക്കിയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈല് ഇതൊരു ഔട്ട്ഡോർ ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി ഇത് ഇവിടേക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മൊറോക്കൻ ടൈലാണ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊറോക്കൻ തീമിൽ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ ലൈറ്റ്, ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും 2 വാൾ ലൈറ്റൊക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് തെരഞ്ഞു കഴിഞ്ഞപ്പം ഈ ഒരു ടൈല് നമുക്ക് മൊറോക്കൻ ടൈല് എക്സാക്ട് കിട്ടിയില്ല. പക്ഷെ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ നല്ലൊരു മിററും സ്ട്രിപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു മിറർ, അത് നമ്മളുടെ ഓക്ക് ഇന്റീരിയേഴ്സും സൈപ്രസും ഒക്കെ ചെയ്ത് തന്നിട്ടുള്ള ഒരു മിററാണ്, അല്ലാതെ റെഡിമെയ്ഡ് വാങ്ങിച്ചതല്ല കേട്ടോ, അത് അവർ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മുകളിൽ 2 പ്ലാന്റ്, ഈ ഒരു പ്ലാന്റ് ഒക്കെ വാങ്ങിക്കണമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ, നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വേണമെന്നുള്ള രീതിയിൽ തെരഞ്ഞു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ അതും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിന് നമ്മൾ കുറേ തെരഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിന് മാച്ച് ആവണം ഒന്നും കിട്ടണില്ല. പിന്നെ ഒരു ഗോൾഡൻ കളർ, ഒരു ഗോൾഡൻ തീമൊക്കെ കൊടുക്കാന്നുള്ള രീതിയിൽ പിന്നെ ഒരു ഗോൾഡൻ, ഇത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒന്നല്ലായിരുന്നു. പിന്നെ ഇന്റീരിയറിന്റെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആണ്, കുഴപ്പമില്ല, ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് തന്നെ വെച്ചോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതാണ് ഈ ഒരു ഏരിയനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ടേബിള് നമ്മൾ മാർബിൾ ടോപ്പ് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ്. ടേബിളും നമ്മൾ കുറച്ച് കാണുന്ന രീതിയിലുള്ള ചെയറൊന്ന് കുറച്ച് വലിയ ചെയർ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വലിയ ചെയറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മാർബിൾ ടോപ്പ് വരുന്ന ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. ഇത് ഞാൻ കുറേ തെരഞ്ഞ് നടന്നിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ഗ്രേ ആ ഒരു തീമിലുള്ള സംഭവം കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ബ്ലൂ കളറിലുള്ള ചൂസ് ചെയ്തത്. ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സ് വന്നിട്ട് ഇനി ആകെ കൂടെ ഒരു ഇതാവണ്ട വിചാരിച്ചിട്ട് ഒരു സിംഗിൾ കളറിലുള്ള ലൈറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ബ്ലൂ കളറിലുള്ള സെലക്ട് ചെയ്തു. പിന്നെ ഈ ഒരു വാൾ ലൈറ്റും ഇത് സംഭവം മൊറോക്കൻ അല്ല, ടർക്കിഷ് ആണ് തോന്നുന്നത് കേട്ടോ. ഈ 2 ലൈറ്റും വരുന്ന ടർക്കിഷ് രീതിയിലുള്ള ലൈറ്റുകളാണ്. പിന്നെ ഈ ഒരു സിങ്ങിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഹുക്കൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഏകദേശം ഒരു വലിയൊരു ഹാളാണല്ലോ, ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. അപ്പം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കുറേ സ്പേസ് ബാക്കിയുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴൊന്നും ഇവിടെ വരൂല. അപ്പം അങ്ങനെ ഒരു ഇൻഡോർ ഗാർഡൻ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ വിചാരിച്ചൊരു സിമ്പിളായിട്ടൊരു സിങ്ങും പിന്നെ അങ്ങനെ ഉള്ള രീതിയിൽ ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ചൊരു സിമ്പിളാക്കിയിട്ട് ഇവിടെ ഒരു സിങ്ങും കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ടൈമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനും, പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഗ്ലാസ് കൊടുത്തുകൊണ്ട് കുറച്ചൊക്കെ ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ പുറത്തേക്ക് നമുക്ക് കാണാനും പറ്റും. പിന്നെ ഈ ഒരു ഷിയർ കർട്ടൻ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നമുക്ക് വ്യൂ ഉണ്ട്, പുറത്തുനിന്ന് ഇങ്ങോട്ട് അങ്ങനെ കാണുമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഷിയർ കർട്ടൻ കൊടുത്തതാണ് പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. നമുക്കിത് ഫുള്ളായിട്ട് കർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഹാള് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ലിവിങ് ഏരിയയിൽ കൊടുത്തതിന്റെ ആ ഒരു സെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു കെയിൻ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബും സെയിം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് വേണ്ടത്. അപ്പൊ നമ്മളെടുത്ത് നമ്മളുടെ ഡിസൈനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് വരും. കാരണം ഈ ഒരു നെറ്റ് പോലെയല്ല വരുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ കുഴിഞ്ഞിട്ടൊക്കെ പോയിട്ട് അങ്ങനെ കുട്ടികളൊക്കെ കൈയൊക്കെ ഇട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ വേഗം ഡാമേജ് വരും. അതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു വർക്ക് അങ്ങനെ ഒരു ഭംഗിയില്ലായ്കയൊന്നും തോന്നിയില്ല കേട്ടോ ക്ലോസ് ചെയ്തപ്പോൾ. ഞാൻ ആദ്യം ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലേ എന്ന്. അങ്ങനെ ഇതാ ഈ ഒരു പോർഷനിലും ഹെഡ് പോർഷനിലും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾപേപ്പറിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കർട്ടൈൻസും കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് ഈ ഒരു കട്ടിലിന് മാച്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കെയിൻ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണലുണ്ടല്ലോ യൂസ്ഡ് ക്ലോത്ത്സ് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഡ് ക്ലോത്ത്സ് വെക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. താഴെയും മുകളിലും ആയിട്ട് ഹാങ്ങറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ്, വാഷ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈഡ് ടേബിൾ, രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയറിന്റെ താഴ്ഭാഗം നമുക്ക് എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഭയങ്കര സ്പേസ് നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അങ്ങനെയൊന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പം നമുക്ക് നമ്മളുടെ ഡിസൈനർ കാണിച്ചതാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഡോറ് കൊടുക്കാന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് നമ്മളുടെ മെയിൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. അപ്പൊ ഇത് കവർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ലൂവേഴ്സ് പാനൽ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാനും സുഖമാണ്, ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു കീ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സ്ഥലം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോവാം. അപ്പൊ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് വുഡൻ ആണ് കേട്ടോ. നമുക്ക് ഇത് ഇൻഡസ്ട്രിയൽ വർക്ക് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ഒന്നും ചെയ്യാതെ ടൈലൊന്നും ചെയ്യാതെ വുഡ് കൊണ്ട് മാത്രമായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ മുകളിലേക്ക് കയറിയിട്ട് വരുമ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ TV ഏരിയ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത്രയും ഒരു പോർഷൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു സെന്റ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ ഒരു TV ഏരിയ ഒക്കെ കിട്ടിയത്. ഇല്ലെങ്കിൽ നമ്മൾ താഴെ ഹാളിലെല്ലാം കൺജസ്റ്റഡ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു TV ഏരിയയൊക്കെ. പക്ഷെ അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഏരിയ കിട്ടിയപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു സെന്റ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു TV ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ TV കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ പോലെയൊക്കെ ഷോ പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒരു സോഫ സെറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇത്രയും ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുട്ടികളൊക്കെ ചാടി മറിയുമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് വീണ്ടും ചെയ്യിച്ചതാണ്. പിന്നെ ഈ ഒരു ലൈറ്റ് നമ്മൾ ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇവിടുന്നാണ് കുറച്ചും കൂടിയും ഒരു ഷോ വരുന്നത്. ഈ ഒരു TV ഏരിയയിൽ നിന്ന് നേരെ പോണത് വേറൊരു ബെഡ്റൂമിലേക്കാണ്. അപ്പം ഇവിടെ ഒരു ഗ്രീൻ തീമിൽ നമ്മൾ ഓരോ റൂമും ഓരോ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്തതല്ല, നമ്മളുടെ ആർക്കിടെക്റ്റ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു ഗ്രീൻ തീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഒരു ഗ്രീൻ ടച്ച്, നമ്മളുടെ കോട്ടിൻ്റെ ഹെഡ് ആയാലും അതുപോലെ തന്നെ സൈഡ് ടേബിള് പിന്നെ വാർഡ്രോബ് ഒക്കെ ഒരു ഗ്രീൻ തീമിലാണ് കൊടുത്തത്. ഗ്രീൻ എന്ന് പറയുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആ ഒരു തീമിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പർ നമ്മൾ സെലക്ട് ചെയ്തപ്പം ഈ ഒരു തീമിന് മാച്ച് ചെയ്യും വേണം, എന്നാലും പിന്നെ വേറെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കളേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും വേണം വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു തീമിലുള്ള വാൾപേപ്പറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് വാൾപേപ്പറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു റൂമത്തെ വാൾപേപ്പറാണ് കേട്ടോ. പിന്നെ ഈ ഒരു കർട്ടൻസ് ആയാലും ആ ഒരു വാൾപേപ്പറിന് മാച്ച് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കർട്ടൻ ചൂസ് ചെയ്തപ്പം അവർ പറഞ്ഞു ഇത് ആക്കുന്ന പിന്നെ ആ ഒരു വാൾപേപ്പറിന് ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു തീം ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ
കർട്ടൻസ് നമ്മൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ വാളിൽ 2 ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ചെയ്തു തന്നായിരുന്നു കേട്ടോ. കുറേ മുന്നേ ചെയ്തു തന്നാണ്. ഞാൻ അന്നേ എല്ലാം എടുത്തു വെക്കുമ്പോൾ ഈ ഒരു വീട്ടിലേക്ക് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുമായിരുന്നു കേട്ടോ. ആ ഒരു കൂട്ടത്തിൽ സനയാണ് ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ പേര്. അപ്പോൾ സന ചെയ്തു തന്ന 2 ആർട്ട് വർക്കും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിററും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൂമിലും ഈ ഒരു രീതിയിലെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിന്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ലെതറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു ഫിനിഷിങ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഫാബ്രിക്കിലാണ്, ഒരു വെൽവെറ്റിനെ പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ താഴ്ഭാഗമൊക്കെ ആയിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർഡ്രോബിനും ആ ഒരു കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ട് തോന്നണേ. എന്തായാലും ഇത് ഒക്കെ നല്ലൊരു മാച്ചിങ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ഒരു TV ഏരിയയിൽ നിന്ന് ഇപ്പുറത്തായിട്ട് കിഡ്സ് റൂം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ, പിങ്ക് അങ്ങനെയൊക്കെയുള്ളൊരു തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളും ആ ഒരു കുറച്ചൊരു ബ്ലൂയിഷ് കളർ, അതുപോലെ തന്നെ കർട്ടൻ ആയാലും ഒരു ബ്ലൂ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ, ഇവിടെ ഷെസിനും ഷെയ്സും കൂടെ ഒരുമിച്ച് ഉള്ള രീതിയിലാണ് ഇവരുടെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിളും അവരുടെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനൊരു ചെറിയൊരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ വാൾപേപ്പർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ന്യൂട്രൽ ഒരു ഷെയ്ഡിലുള്ള രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു തീമിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റോയൽ എൻഫീൽഡിന്റെ ചെക്കന്മാരുടെ റൂമല്ലേ, അപ്പം ഒരു ഈ ഒരു തീമിൽ ഉള്ള ഒരു ക്ലോക്ക് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് റോയൽ എൻഫീൽഡിന്റെ ഒരു ക്ലോക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ അധികം പെൺകുട്ടികൾക്കാണല്ലോ കുറച്ച് അപ്പുറത്തെ റൂമിൽ കുറച്ച് ഫ്ലോറൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ അധികം ഒന്നുമില്ല. പിന്നെ അവർക്ക് ഈ റോയൽ എൻഫീൽഡ് കിട്ടിയപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്, അവർക്ക് ഭയങ്കര സന്തോഷമായിന്. പിന്നെ ഇവിടെ ചെറിയൊരു ഡ്രോയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ റൂമിൽ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വാർഡ്രോബും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽ ഒരു ഡ്രോവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇപ്പം 2 പേരുടെയും ഇതിനിടയിലും ആ ഒരു ഡ്രോവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഹെഡ് ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കിലാണ് കേട്ടോ. നേരത്തെ അപ്പുറത്തെ റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെയും 2 ഹെഡും ചെയ്തിട്ടുള്ളത് ഫാബ്രിക്കിലാണ്. പിന്നെ താഴെയും ഫാബ്രിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ ആൺകുട്ടികളാവുമ്പോൾ പിന്നെ ഇവർ ചെറുതല്ലേ, അപ്പം പിന്നെ ശ്രദ്ധിക്കൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്ലൈവുഡിൽ ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റും വാഷ്റൂമൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഈ ഒരു റൂമിലുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു TV ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് വേറൊരു ബെഡ്റൂമിലേക്കാണ്. ഇത് നമ്മൾ താഴത്തെ ഒരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വരുന്ന ഒരു റൂമാണ് കേട്ടോ. ഇതും കുറച്ച് ഭയങ്കര ഒരു നീളം കൂടിയ, വീതി അധികമല്ല, നീളം കൂടിയിട്ടുള്ള ഒരു റൂമാണ്. ഈ ഒരു ഇതിൽ ഫുള്ളായിട്ട് ഈ ഒരു ഏരിയ മൊത്തം ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂം ഇവിടെ ഈ ഒരു റൂഫ് വരുന്നത് കുറച്ചിങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം കുറച്ച് അപ്പുറത്ത് വരെ ഉണ്ട് ഈ ഒരു സ്ലാൻഡിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പം അവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ നമുക്ക് പോവാട്ടോ. നമുക്ക് അങ്ങനെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആക്കിയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ലൂവേഴ്സ് പാനൽ കൊടുത്തിട്ടുള്ള ഹെഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു ലൂവേഴ്സ് പാനലിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് അവിടെ വരുന്നത്. വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ വാഷ്റൂമാന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ ടെറസിലേക്കുള്ള ഒരു എൻട്രൻസും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ TV ഏരിയയിൽ ചെറിയൊരു സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി കവേർഡ് ആയിട്ട് വെച്ചിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു ലോഞ്ചൊക്കെ ഉള്ള വരുന്ന ഒരു TV ഏരിയ. ഇവിടെ മെയിനായിട്ട് ഇരിക്കാൻ പോണത് ഷെസിനും ഷെയ്സും ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ട് ഈ ഒരു ഏരിയ. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പിൽ അവർക്ക് TV കാണാനൊരു സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. എന്തായാലും ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഹോം ടൂർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.